CPM പ്രവർത്തകന് കുത്തേറ്റ സംഭവത്തിന് പിന്നാലെ വണ്ടൂർ കാപ്പിലിൽ ഉടലെടുത്ത കടുത്ത രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി അനുമതിയില്ലാതെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ UDF CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രദേശത്ത് നിലനിൽക്കുന്ന അടിയന്തര ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പൊതുപ്രകടനങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നിട്ടും ഇത് ലംഘിച്ച് സംഘടിച്ചതിനാണ് വണ്ടൂർ പോലീസ് ഇരു വിഭാഗങ്ങളിലെയും കണ്ടാൽ അറിയാവുന്ന 100ഓളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ ദിവസം ബാർബർ ഷോപ്പിൽ വെച്ച് CPM പ്രവർത്തകനായ മൂലങ്ങോടൻ സാജുവിന് ക്രൂരമായി കുത്തേൽക്കുകയും മർദ്ദനമേൽക്കുകയും ചെയ്തതോടെയാണ് കാപ്പിൽ മേഖലയിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് തൊട്ടു പിന്നാലെ ഇരു വിഭാഗത്തിലെയും രാഷ്ട്രീയ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങുകയായിരുന്നു. പ്രകടനത്തിനിടയിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് പരസ്പരം പോർവിളികൾ നടത്തുകയും കൈവിട്ടും വെള്ള പുതപ്പിക്കും എന്ന രീതിയിലുള്ള അതീവ പ്രകോപനപരമായ കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നാടകീയ രംഗങ്ങൾക്കിടയിൽ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന AP അനിൽകുമാർ MLA നിരവധി ഫ്ലക്സ് ബോർഡുകളും പ്രചാരണ ബോർഡുകളും ഒരു സംഘം ആളുകൾ വ്യാപകമായി കീറി നശിപ്പിച്ചു. നിലവിൽ കാപ്പിൽ അങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ടോട്ടി പെരിന്തൽമണ്ണ സബ് ഡിവിഷനുകളിൽ നിന്നുള്ള കൂടുതൽ പോലീസ് സേനയെ ക്രമസമാധാന പാലനത്തിനായി വണ്ടൂരിൽ വിന്യസിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കുവാനും പ്രദേശത്ത് എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുവാനുമായി വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ്. SS Gold, pure gold. SS Group, നിലമ്പൂർ.